Hey guys, this is me Megha. ഇന്ന് ഞാൻ ഫോം ക്ലേ യൂസ് ചെയ്തിട്ട് കുറച്ച് സ്ട്രോബെറീസ് ആണ് ഉണ്ടാക്കാൻ ട്രൈ ചെയ്തിട്ടുള്ളത്. ഉത്സവ പറമ്പിലൊക്കെ ബംഗാളി ചേട്ടന്മാരുടെ കയ്യിൽ ഈ ഫോം ക്ലേ ഇരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അന്ന് ഞാൻ വില ചോദിച്ചപ്പോൾ 12 പീസിന് 100 രൂപയാണ് അവർ പറഞ്ഞത്. പക്ഷെ ഇന്ന് ഞാൻ ബ്ലിങ്കിറ്റിൽ നോക്കിയപ്പോൾ 24 പീസ് 129 രൂപയ്ക്ക് എനിക്ക് കിട്ടി. ഇവന്മാരുടെ തലയിൽ തൊപ്പി പോലൊരു സാധനം വെക്കാനായിട്ട് ഞാൻ ഫ്ലവറിന്റെ ഷേപ്പിൽ പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ട് അതിൽ ഗ്രീൻ കളർ പെയിന്റ് ആണ് കൊടുത്തിട്ടുള്ളത്. സ്ട്രോബെറീസിന് വേണ്ടിയിട്ട് ഞാൻ റെഡ് കളർ ഫോം ക്ലേ ആണ് ചൂസ് ചെയ്തെങ്കിലും കുറച്ചും കൂടി ഷൈനിങ്ങിന് വേണ്ടിയിട്ട് ഡാർക്ക് റെഡ് കളർ ആക്രിലിക് പെയിന്റും കൂടി ഇവന്മാർക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഈ ഫോം ക്ലേസ് എന്ന് പറയുന്നത് കുറച്ചും കൂടി ഡ്രൈ ആകുന്ന സമയത്ത് കറക്റ്റ് ഒരു സ്പോഞ്ചിനോ ടെക്സ്ചറിലോട്ട് ഇത് മാറും. അതുകൊണ്ടായിരിക്കണം ഞാൻ ഡോട്ട് ടൂൾ യൂസ് ചെയ്ത് കുറെ ഡോട്ട്സ് ഈ സ്ട്രോബെറീസിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ ഈ ഡോട്ട്സിന്റെ ഡെപ്ത് കുറഞ്ഞിട്ട് അത് ഫ്ലാറ്റ് ആയിട്ട് മാറുന്നുണ്ടായിരുന്നു. കുറച്ചൊരു ഒറിജിനാലിറ്റിക്ക് വേണ്ടിയിട്ട് ഈ സ്ട്രോബെറീസിന്റെ ഓരോ ഡോട്ട്സിനുള്ളിലോട്ടും കുഞ്ഞു പീസസ് ഓഫ് യെല്ലോ കളർ ക്ലേ ഞാൻ വെച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത് കാണാൻ പോലെയല്ല, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആ കുഞ്ഞു ഡോട്ടിലോട്ട് അതിനേക്കാളും ചെറിയ പീസ് ക്ലേ വെക്കാനായിട്ട്. ഒരു ആവേശത്തിന് വേണ്ടിയിട്ട് ആദ്യം കുറെ ഡോട്ട്സ് ഇട്ട് കൊടുത്തതാണ്. അതിന്റെ ഒരു ആവശ്യമില്ലായിരുന്നെന്ന് എനിക്ക് പിന്നെ തോന്നി. ഈ ഓരോ സ്ട്രോബെറീസിനുള്ളിലോട്ടും തിന്നായിട്ട് ഈസി ആയിട്ട് ഫ്ലെക്സിബിൾ ആക്കാൻ പറ്റുന്ന കമ്പി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് അതിന്റെ താഴെ ഒരു കുഞ്ഞതായിട്ടൊന്ന് മടക്കിയും വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ അത് താഴോട്ട് ഊർന്നു പോകുന്നുണ്ടായിരുന്നു. ഞാൻ വെക്കുന്ന സ്ട്രോബെറി എല്ലാം താഴോട്ട് വെക്കൊണ്ടിരുന്നു. മാസ്കിംഗ് ടേപ്പ് യൂസ് ചെയ്തിട്ടാണ് ഇതിലെ ലീവ്സ് ഒക്കെ ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ടൈം ആയിട്ടാണ് ഞാൻ അത് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള പാകപ്പിഴകളൊക്കെ കാണും, ക്ഷമിക്കുക. ഇതിന്റെ ഇലകളൊക്കെ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ഉള്ളിൽ വെച്ച മഞ്ഞ കളർ പീസ് ഇല്ലേ, അതെല്ലാം പൊഴിഞ്ഞു പോയിന്നുണ്ടായിരുന്നു. പിന്നീടാണ് ഞാൻ ഓർത്തത് ആ ക്ലേ പീസസ് വെക്കുന്നതിന് പകരം യെല്ലോ കളർ പെയിന്റ് യൂസ് ചെയ്ത് കുറച്ച് ഡോട്ട്സ് കൊടുത്താൽ മതിയായിരുന്നു. ഒറിജിനൽ ലീവ്സിന് യാതൊരു സാമ്യവും ഞാൻ ഉണ്ടാക്കിയ ലീവ്സിന് വന്നിട്ടില്ല. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും സ്ട്രോബെറിയുടെ കാര്യം ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെ. പക്ഷെ ഞാൻ ഉണ്ടാക്കിയ ഈ സ്ട്രോബെറീസ് നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഇതുപോലെ ഞാനിടുന്ന ക്രാഫ്റ്റ്സിന്റെ വീഡിയോസ് കാണാനായിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പിന്നെ ഞാൻ അതിന്റെ മേൽഭാഗത്ത് പിടിച്ച് അവിടെയുള്ള ഗ്രീൻ കളർ പെയിന്റ് എല്ലാം പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കാണാത്ത രീതിയിൽ കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുത്തിട്ടുണ്ട്. അപ്പൊ ഓക്കെ, ബൈ.